നമസ്കാരം എംഎക്സ് ഫാമിലി മെമ്പേഴ്സ്, ഞാൻ രതീഷ് രവീന്ദ്രനാണ് സംസാരിക്കുന്നത്. നിങ്ങളോട് ഞാൻ മുന്നത്തെ റെക്കോർഡിൽ സൂചിപ്പിച്ചിരുന്നു, അക്കൗണ്ട് ആക്ടിവേഷൻ്റെ ഭാഗമായി പുതിയ CMS സിസ്റ്റത്തിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ട് ബെനിഫിഷ്യറി ആഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്കായി. എല്ലാവർക്കും ₹1 വെച്ചിട്ട് അക്കൗണ്ടിലേക്ക് വരും. അത് ആക്ടിവേഷൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ അറിയിച്ചിരുന്നു. അത് പ്രകാരം തന്നെ നമ്മൾ ഫസ്റ്റ് ഫയൽ ഏകദേശം 25,000-ഓളം പേരുടെ ഫയൽ അയച്ചിരുന്നു. എന്താണ് ഉണ്ടായത് എന്ന് വെച്ചാൽ, ആ ഫസ്റ്റ് ഫയൽ എററായി കാണിച്ചു. ആ ഫയൽ രണ്ടാമതും നമ്മൾ അയച്ചു. രണ്ടാമത് അയച്ച ഫയലും പോയി. അതുപോലെ എറർ റിപ്പോർട്ട് കാണിച്ച ഫയലും സെൻഡായി. ഓക്കെ, അത്തരം സാഹചര്യത്തിൽ കമ്പനി ₹1 വരുന്നതിന് പകരം എല്ലാവർക്കും 2 തവണ ₹1 വെച്ചിട്ട് വന്നു. മുന്നേ RBL ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് കമ്പനിയുടെ തുടക്കത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം മാനേജർ വന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയറാക്കി തരികയാണ് ഉണ്ടായത്. ഓക്കെ, അതുപോലൊരു സംഗതി തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത്, നാളെ ബാങ്ക് മാനേജർ വന്ന് ഈ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എറർ റിപ്പോർട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും, എന്തുകൊണ്ടാണ് എറർ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നാളെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ആക്ടിവേഷൻ എന്നുള്ള രീതിയിൽ ₹1 എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, ₹1 വരാത്തവർ, ഈ ₹1 അയക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ളതും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ₹1 വരാത്തവർ, ഇന്ന് വരാത്തവർ ഒരിക്കലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയോ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സൈറ്റിൽ കയറിയിട്ട്. പകരം നാളത്തെ ദിവസം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആക്ടിവേഷൻ ആകുന്നതാണ്. ഓക്കെ, അതായത് നാളത്തെ ദിവസം തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ₹1 വെച്ച് അക്കൗണ്ടിലേക്ക് വരികയും, വരാത്തവർ അക്കൗണ്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അവരുടെ സൈറ്റുകൾ, അവരുടെ എല്ലാവരുടെയും അക്കൗണ്ടുകൾ ആക്ടിവേഷൻ ആകുന്നതുമാണ്. അതിനുശേഷമായിരിക്കും നമ്മൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പേ ഔട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വരും ദിവസങ്ങളിൽ തന്നെ അതിന് സാധിക്കും. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ബാങ്ക് മാനേജർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, 21/9/2020 ശേഷം വന്നിട്ടുള്ള പുതിയ എൻട്രികളുടെ എമൗണ്ടുകൾ മീൻസ് ഈ കഴിഞ്ഞ ആഴ്ചയിലെ പുതിയ ആളുകളുടെ എൻട്രികളുടെ എല്ലാം എമൗണ്ട് നമ്മൾ ഇന്ന് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈവനിങ്ങോട് കൂടി തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കണം എല്ലാവർക്കും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്യാഷ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. വരാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാരണം എല്ലാ ഫയലും, അതായത് പുതിയ ആളുകളുടെ എല്ലാ ഫയലും നമ്മൾ അയച്ചിട്ടുണ്ട്. അത് ക്രെഡിറ്റ് ആയി എന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ അപ്ഡേഷൻസ് തീർച്ചയായിട്ടും ഞാൻ തരാം, വരും ദിവസങ്ങളിൽ തരാം. ഓക്കെ, താങ്ക് യു.